ഇന്ന് നമ്മളൊരു നോർമൽ ചുരിദാറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് മെഷർമെൻറ്റ് അനുസരിച്ച് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്ന അളവ് ചുരിദാർ തന്നിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അളവും പ്രകാരമാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവിൽ എഴുതി വെച്ചിട്ട് ഇതേപോലെ ചെയ്യണം കേട്ടോ. അപ്പം തുണിയെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയിടണം. നമ്മൾ ബാക്കും ഫ്രണ്ടുമായിട്ട് 4ആയിട്ട് മടക്കിയിടണം കേട്ടോ. ഇതേപോലെ ആദ്യം 2ആയിട്ട് മടക്കി അത് ഫ്രണ്ട് വശം, പിന്നെ അടിയിൽ ഭാഗം 2ആയിട്ട് മടക്കി അതും ബാക്ക് വശം, അങ്ങനെ 4ആയിട്ട് മടക്കി ഇടണം. 4ആയിട്ട് മടക്കിയിടുന്നത് നമ്മൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 സൈഡായിട്ടല്ലേ വെട്ടുന്നത്. അപ്പം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കി അതിനനുസരിച്ച് ഇതേപോലെ മടക്കിയിടണം. ഓക്കെ, ചുളിവില്ലാതെ കറക്റ്റ് അടി ലെവൽ വെച്ച് എല്ലാം കറക്റ്റാക്കണം. ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാം. അടിഭാഗം ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇറക്കത്തോടുകൂടി 1.5 ഇഞ്ച് കൂട്ടണം. ഞാനിപ്പോൾ അത് അടിഭാഗം ലെവൽ ചെയ്തതിന് ശേഷം ഇനി വേണ്ടുന്ന ഇറക്കം എടുക്കുക. എനിക്ക് വേണ്ടുന്ന ഇറക്കം 45 45 കൂടെ 1.5 കൂടെ കൂട്ടണം. അപ്പോൾ 46. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ 1.5 കൂടെ വേണ്ടുന്ന ഇറക്കത്തോടുകൂടി 1.5 ഇഞ്ച് കൂടെ കൂട്ടി 46 കിട്ടുന്നു. കറക്റ്റ് 46 എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് 46 എടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് ചുവന്നില്ലാതെ ഓക്കെ ആക്കി മടക്കിയിടുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുകൾ ഭാഗത്തുനിന്ന് എന്തെടുക്കണ്ടേ? ഷോൾഡർ എടുക്കണം. ആദ്യം നമ്മൾ ഷോൾഡറാണ് എടുക്കുന്നത്. കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി. ഷോൾഡർ എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കണം കേട്ടോ. ഷോൾഡർ എനിക്ക് കിട്ടിയേക്കുന്നത് 15. 15ൻ്റെ പകുതി 7.5. ഇവിടെ ഷോൾഡർ നമ്മൾ എടുക്കുമ്പോൾ കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി, അപ്പോൾ 7.5 മാർക്ക് ചെയ്യാം. ആ 7.5 കൈക്കുഴി എടുക്കണം. എനിക്ക് കൈക്കുഴി ഞാനൊരു 6 എടുത്തു. എന്നിട്ട് ചെസ്റ്റ് വണ്ണം കാണണം. ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 4/1 ഭാഗം. ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് ഒരു ഭാഗത്ത് 46. 46ൻ്റെ 4/1 ഭാഗം കാണണം കേട്ടോ. ചെസ്റ്റ് കൈക്കുഴി എടുത്തിട്ട് അവിടുന്ന് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 ഭാഗം കാണണം. പിന്നെ 46 കറക്റ്റായിട്ട് വണ്ണം വന്നേക്കുന്നത്. അപ്പം 11.5 വരും. 11.5 വന്ന് അതിനെ നമുക്ക് ഇതാണ് ചെസ്റ്റ് ലൈൻ. ഇത് കൈക്കുഴി ചെസ്റ്റ് വണ്ണം കൂടെ ചേർന്ന് വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു എൽ ഷേപ്പ് കിട്ടും. അതായത് അത് കൈക്കുഴിയുടെ ഭാഗം. എന്നിട്ട് നമുക്കവിടെ ഇനി വന്നത് ഇനി ആം ഹോൾ റൗണ്ട് എത്ര കിട്ടുന്നോ വേണമെന്ന് നോക്കണം. അതനുസരിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അളവിൽ നിന്ന് എഴുതി വെച്ചായിരുന്നു. ആം ഹോൾ റൗണ്ട് 9 ഇവിടെ വന്നേക്കുന്നത്. 9 വരുമ്പോൾ 2 സൈഡ് കൂടെ വരുമ്പോൾ 1 സൈഡാണ് 9 വന്നേക്കുന്നത്. 9 9 18. നമുക്ക് ഒരു സൈഡ് 9 കിട്ടണം. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്ലീവ് ലെന്ത് എടുത്തേക്കുന്ന 7 അല്ലേ, 7ൻ്റെ പകുതി 3.5. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ പകുതി മാർക്ക് ചെയ്തതിന് വെച്ച് വേണം ഈ ആം ഹോൾ കർവ് വെക്കാനായിട്ട്. എന്നിട്ട് 1.5 മാർക്ക് ചെയ്തില്ലേ, ഇതേപോലെ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ 1.5 മാർക്ക് ചെയ്തതിന് ശേഷം പകുതി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ചാൽ മതി. ആം ഹോൾ കർവ് ഇല്ലാത്തവർക്ക്. ഇനി എനിക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കുമ്പോൾ 9 കിട്ടുന്നതെന്ന് നോക്കണം. ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ്
ഈ ആളുടെ കൈക്കുഴി റൗണ്ട് വന്നേക്കുന്നത്, ആം ഹോൾ റൗണ്ട് വന്നേക്കുന്നത്, കൈക്കുഴി ലെന്ത് വന്നേക്കുന്നത് കേട്ടോ. കൈക്കുഴി ലെന്ത്, കൈയുടെ ലെന്ത് വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. ആം ഹോൾ റൗണ്ട് എനിക്കിവിടെ 6 എടുത്തപ്പോൾ 9 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. പിന്നെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് കാണാം. വേസ്റ്റ് ഭാഗത്തെ ലെന്ത് 14 14.5 എടുത്ത് കേട്ടോ. അവിടെ മാർക്ക് ചെയ്തു. പിന്നെ സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് കാണാം. സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് വന്നേക്കുന്നത് 22. അതെ, സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് നോക്കുമ്പോൾ ഇങ്ങനെ 22.5 അതുകൂടെ മാർക്ക് ചെയ്യാം. അവിടെ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വണ്ണം കണ്ടല്ലോ. ഇനി വേസ്റ്റ് ഭാഗത്തെ വണ്ണം കൂടെ നോക്കുക. വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 21.5. 21.5 വന്നപ്പോൾ 10.75 വരും കേട്ടോ. പിന്നെ ഹിപ്പ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 25. അപ്പോൾ 25 വരുമ്പം 12.5 വരും. ഇവിടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ഇടാവും. ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാവും കേട്ടോ. ഇവിടെ 1.5 ഇട്ടോ, 1.5, ഇവിടെ 1.5. ചെസ്റ്റ് ഭാഗത്ത് 1.5 ഇഞ്ചും വേസ്റ്റ് ഭാഗത്ത് 1.5 ഇഞ്ചും ഹിപ്പ് ഭാഗത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പിടാവും. ഓക്കെ, നമ്മളിപ്പം മാർക്കിങ് കഴിഞ്ഞു. ഇനി നെക്കും കൂടെ മാർക്ക് ചെയ്യാം. നെക്ക് വന്നേക്കുന്നത് നെക്ക് വിത്ത് വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പം 6ൻ്റെ പകുതി 3 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് ലെന്ത് വന്നേക്കുന്നത് കേട്ടോ. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 3.5, ഫ്രണ്ട് നെക്ക് 7 ഇഞ്ചുമാണ് കേട്ടോ. ബാക്ക് നെക്ക് 3.5, ഫ്രണ്ട് 7 ഇഞ്ചും. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് മാർക്ക് ചെയ്തു. അവിടുത്തെ വിത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അതിന് രണ്ടിനും കൂടെ നമുക്ക് സ്ക്വയർ ആക്കാം. ഇനി ബാക്കിലെ നെക്ക് ബാക്കിൻ്റെ നെക്ക് വന്നേക്കുന്നത് 3.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റായി. ഇനി വേസ്റ്റ് ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തു. ചെസ്റ്റ് ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തു. ഹിപ്പ് ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്തു. ഇനി അടിവണ്ണം, ബോട്ടം റൗണ്ട്, ഇതിനേക്കാളും 1 ഇഞ്ച് കൂടെ കൂട്ടുന്നേ ഉള്ളൂ. ഇവിടെ 25 എടുത്തപ്പോൾ ഇവിടെ 26 എടുത്തു കേട്ടോ. ഇത് നമുക്ക് ഇതിനേക്കാളും 1 ഇഞ്ച് കൂടെ കൂട്ടി. ഇനി നമുക്ക് ലൈനങ്ങ് വരയ്ക്കാം. വരച്ചതിന് ശേഷം ഇവിടെ നമുക്കൊരു ഇത് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് അടിയിൽ നിന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെയിറ്റ് തൂങ്ങിക്കിടക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ ഈ വീഡിയോ കാണിച്ചതൊക്കെ പോലെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണോ വേസ്റ്റ് ഭാഗത്ത് വേസ്റ്റും ഹിപ്പും കൂടെ അങ്ങ് മാർക്ക് ചെയ്യാം. ഇനി ആ തയ്യൽ തുമ്പും അതേപോലെ 1.5 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ 1 ഇഞ്ച് ഇടാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യാൻ നേരം വീഡിയോ കാണാൻ വേണ്ടി ഞാൻ മുകളിലോട്ട് എടുക്കുന്നു. ഷേപ്പ് എടുത്ത് ഹിപ്പ് ഭാഗത്ത് നമ്മൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിടാം കേട്ടോ. താഴോട്ട് വലിച്ച് കഴിഞ്ഞിട്ട് ആ വേസ്റ്റും ചെസ്റ്റും കൂടെ കട്ട് ചെയ്യാം.
ഇങ്ങനെ കുഴിച്ചു വിട്ടപ്പോൾ ഇങ്ങനെ നേരെ പോകരുത് കേട്ടോ. ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് ഇവിടെ വണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ വണ്ണമല്ലേ അവിടെ നിന്ന് ചരിക്കണം. ഇതുണ്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ചരിക്കണം. ഉണ്ടോ ഇതേപോലെ ഇരിക്കണം. ഇനി ബാക്കിലെ നെക്ക് ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്യാം. ചിലപ്പോൾ തുണിയിലാണ് കട്ട് ചെയ്താൽ കേട്ടോ. ബാക്കിലെ നെക്ക്, ഫ്രണ്ടിലെ നെക്ക് 2 സ്ക്വയറാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ, ഫ്രണ്ട് മാത്രം 1/2 ഇഞ്ച് എടുത്ത് കുഴിച്ചു വെട്ടണം. അത് നമ്മുടെ വണ്ണം ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മുടെ തയ്ക്കുമ്പോൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലെന്ത് കൂടെ മാർക്ക് പകുതി എടുത്തിട്ടുണ്ടല്ലോ, അത് ഈ ഭാഗത്തു നിന്നാണ് 1/2 ഇഞ്ച് കളയേണ്ടത് കേട്ടോ. മുകളിലോട്ട് ചെല്ലുമ്പോൾ അത് കുറഞ്ഞു വരും. ഇത്ര എടുത്ത് മാറ്റിയാൽ അവിടെ ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു കട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വണ്ണവും ഹിപ്പ് ഭാഗത്ത് എല്ലാം മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് ലെന്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ അടിമടക്കി തയ്ക്കാൻ എടുക്കണം. സ്ലീവ് ലെന്ത് വന്നേക്കുന്നത് 9 ഇഞ്ചാണ്. സ്ലീവ് ലെന്ത് 9 ഇഞ്ച്. 9ൻ്റെ കൂടെ 1.5 കൂടെ കൂട്ടുമ്പോൾ 10.5 ഇഞ്ച് അല്ലേ. അപ്പോൾ കറക്റ്റ് 10 2 സ്ലീവിനും കൂടെ മടക്കിയിട്ടേക്കാണ്. അതായത് 2 കൈക്കൂടെ ഉള്ളത് 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നു. അപ്പോൾ 9 വേണ്ട, 10 എടുത്തു. ഇതിൻ്റെ വിത്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് വെച്ചെടുത്തേ. ഷോൾഡർ എടുത്തേക്കുന്നത് 7.5 അല്ലേ. 7.5യുടെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്താൽ മതി. 7.5 ഇതിന് കൈവണ്ണം എടുക്കുന്നത്. നമുക്ക് ഷോൾഡർ എത്ര കിട്ടിയോ അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. 7.5 2.5 കൂടെ ആകുമ്പോൾ 10 ഇഞ്ച്. 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്താ 1.5 മുതൽ 2 വരെ ഇങ്ങനെ പോവാം. 1.5 2 ഇങ്ങനെ നേരെ വരച്ചതിന് ശേഷം നമുക്ക് ഇനി 3.5-ൽ ഷേപ്പ് എടുക്കണം. എന്താ ഇതേപോലെ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അടിവണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് സ്ലീവിൻ്റെ ലെന്ത് വന്നെടുത്ത വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. 6 1 7. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. നമുക്ക് എന്താ 10 ഇതും അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം കറക്റ്റാണെന്ന് നോക്കാം. സ്ലീവ് കുഴിച്ച് വെട്ടിയതും ബോഡി പാർട്ട് കുഴിച്ച് വെട്ടിയതും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ഓക്കെ ആവുമല്ലോ നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ വന്നപ്പോൾ നമുക്ക് ഓക്കെ ആവും. ഇവിടെ തയ്യൽത്തുമ്പ് പോകുമല്ലോ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഷോൾഡർ എത്ര എടുത്ത് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2.5 കൂടെ കൂട്ടിയെടുത്താൽ മതി. സ്ലീവിൻ്റെ വണ്ണം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം.
ഭാഗം ലോക്ക് ചെയ്യാം. ലോക്കല്ല, കട്ട് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് പിടിച്ചു വെട്ടണം കേട്ടോ. തയ്യൽത്തുമ്പ് കഴിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കുന്നത് നമ്മളിവിടുന്ന് നോച്ച് കൊടുത്തില്ലേ, അപ്പോൾ ആ കുഴിച്ചു വെട്ടാൻ മാർക്ക് കൊടുത്തില്ലേ, എന്നിട്ട് ഈ ലെന്ത് കൂടെ നോക്കണം. ഈ ലെന്ത് എത്ര ഉണ്ട്? 8 ഉണ്ട്. 8ൻ്റെ പകുതി 4. അവിടുന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി മാർക്ക് ചെയ്തില്ലേ, വേണ്ട ഇതേപോലെ ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. നമുക്ക് ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി നോക്കിക്കോളും. അപ്പം നമ്മൾ സ്ലീവും വെട്ടി ബോഡി പാർട്ടും വെട്ടി അല്ലേ. ഇനി ഈ നെക്ക് വെച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ തുണിയിൽ നമ്മൾ കട്ട് ചെയ്യാം. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഈ രീതിയിൽ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ വീതി 1 ഇഞ്ച്. ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വീതി 1 ഇഞ്ച് കേട്ടോ. 1 ഇഞ്ച് എടുക്കുമ്പോൾ 3/4 ഇഞ്ച് വരും നമ്മൾ തയ്യലെല്ലാം കഴിഞ്ഞിട്ട്. നമ്മൾ സ്ക്വയർ നെക്കാണല്ലോ, അപ്പോൾ നെക്ക് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത്, ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് ബാക്കും ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്ക് നമുക്ക് 3.5 ഇഞ്ചല്ലേ ഉള്ളൂ ഇറക്കം വന്നേക്കുന്നത്, അപ്പോൾ അതേപോലെ 3.5 എടുത്ത് വെച്ച് ആകൃതി വരച്ചതിന് ശേഷം ഇതേപോലെ എടുക്കും. ഇപ്പം നമ്മൾ എന്തൊക്കെ വെട്ടി? നെക്കിൻ്റെ പാർട്ട് വെട്ടി, സ്ലീവ് വെട്ടി, ബോഡി പാർട്ട് വെട്ടി. നമ്മളത് നോർമൽ ചുരിദാർ, ലൈനിങ് ഇല്ലാതെ നോർമൽ ചുരിദാർ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.